ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ അഥവാ ഫീമെയിൽ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചിട്ടാണ്. സാധാരണ സ്ത്രീകൾക്ക് പീരിയഡ്സ് ആവും. ഒരു പീരിയഡ്സ് ആയി അടുത്ത പീരിയഡ്സ് ആകുന്നത് വരെയുള്ള സമയത്തിനെയാണ് നമ്മളൊരു സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ടൈം പീരീഡിനകത്ത് ഉണ്ടാകുന്ന സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമ്മുടെ മെയിൻ ഫോക്കസ്. ബേസിക് കാര്യങ്ങൾ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഒരു സൈക്കിളിൻ്റെ ലെങ്ത്ത്, നോർമൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 28 +or-7 ഡേയ്സ് ആണ്. അതായത് ഇന്ന് പീരിയഡ്സായി അടുത്ത പീരിയഡ്സ് ആകുന്നത് വരെയുള്ള ആ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 21 മുതൽ 35 ദിവസത്തിനകത്താണെങ്കിൽ അത് നോർമൽ സൈക്കിളാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പീരിയഡ്സായി 21 ദിവസത്തിൻ്റെ ഉള്ളിൽ വീണ്ടും പീരിയഡ്സ് ആകുകയാണെങ്കിൽ അത് എന്തോ പ്രശ്നമുണ്ട്, പോളിമെനോറിയ നമ്മൾ പറയും. അതുപോലെ തന്നെ ഇന്ന് പീരിയഡ്സ് ആയിട്ട് 35 ദിവസമായിട്ടും വീണ്ടും പീരിയഡ്സ് ആയിട്ടില്ല എങ്കിൽ അതും എന്തോ പ്രശ്നമാണ്. അത് നമ്മൾ ഒലിഗോമെനോറിയ എന്ന് പറയും, പീരിയഡ്സ് ആകാത്ത പ്രശ്നം. സോ നോർമൽ ലെങ്ത് എന്ന് പറയുന്നത് 21-ൻ്റെയും 35-ൻ്റെയും ഇടയിലുള്ള സമയമാണ്, 21 to 35 ഡേയ്സ്. ഇനി പീരിയഡ്സ് ആയി എത്ര ദിവസം നമുക്ക് പീരിയഡ്സ് ആവാം? അത് നോർമൽ എന്ന് പറയുന്നത് 2 to 7 ഡേയ്സ് ആണ്. 2 മുതൽ 7 ദിവസം വരെ ബ്ലീഡിങ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി 2-നേക്കാൾ കുറവാണെങ്കിലോ 7-നേക്കാൾ കൂടുതലാണെങ്കിലോ അപ്പോഴും എന്തോ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ പീരിയഡ്സ് ആവാൻ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് യൂട്രസും വേണം, ഓവറീസും വേണം, അല്ലേ? അതായത് ഗർഭാത്രവും അണ്ടാശയവും വേണം. പക്ഷെ അത് രണ്ടും മാത്രം മതിയോ? പോരാ. ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ കമാൻഡും കൂടെ നമുക്ക് വേണം. സെൻട്രൽ കമാൻഡ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ഹൈപ്പോതലാമസ് ആണ് ആക്ച്വലി നമ്മുടെ ഈ കംപ്ലീറ്റ് മെൻസ്ട്രൽ സൈക്കിൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന ആൾ. എല്ലാ മന്ത്ലി സൈക്കിൾസിൻ്റെയും തുടക്കം എന്ന് പറയുമ്പോൾ പീരിയഡ്സ് എന്നാണ് ആകുന്നത്. ഡേ 1 ഓഫ് ദി ബ്ലീഡിങ്, അതാണ് സൈക്കിളിൻ്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡേ ഓഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഓഫ് ബ്ലീഡിങ് ആണ് കേട്ടോ, മറക്കണ്ട. സോ ഈ മന്ത്ലി സൈക്കിൾസിൻ്റെ തുടക്കത്തിൽ ഹൈപ്പോതലാമസിൽ നിന്നും GnRH എന്ന് പറയപ്പെടുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. ഈ ഹോർമോൺ നേരെ വരുന്നത് കേട്ടാ നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കാണ് GnRH വരിക. GnRH വരുമ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും FSH, LH എന്ന് പറയപ്പെടുന്ന ഈ 2 ഹോർമോൺസിനെ സർക്കുലേഷനിൽ വിടാൻ തുടങ്ങും. പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ത് ചെയ്യും? FSHനെയും LHനെയും നമ്മുടെ സർക്കുലേഷനിലേക്ക് ഇങ്ങനെ വിടാൻ തുടങ്ങും. ഇനി ഇതേ സമയം ഓവറീസിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്കറിയാം, ഓവറീസിൽ ഒരുപാട് ഫോളിക്കിൾസ് ഉണ്ട്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടീൻ്റെ ഓവറി നോക്കുകയാണെങ്കിൽ ഏകദേശം 3 to 4 lakhs, 3 മുതൽ 4 ലക്ഷം വരെ ഫോളിക്കിൾസ് ഉണ്ടാകും. ഈ ഫോളിക്കിൾസിൻ്റെ അകത്താണ് നമുക്ക് ഓവമുള്ളത്. ഈ ഫോളിക്കിൾസ് എല്ലാം തന്നെ പ്രൈമോഡിയൽ ഫേസ് അല്ലെങ്കിൽ പ്രൈമോഡിയൽ സ്റ്റേജ് എന്ന് പറയപ്പെടുന്ന ഒരു ഫേസിൽ അവരുടെ വളർച്ച താൽക്കാലികമായി നിർത്തിവെച്ചൊരു സാഹചര്യമുള്ളത്. അവരുടെ വളർച്ച എല്ലാ ഫോളിക്കിൾസും പ്രൈമോഡിയൽ ഫേസിൽ അറസ്റ്റഡാണ്. അവരുടെ ഗ്രോത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് വളരുന്നില്ല. എന്നാൽ പ്രായപൂർത്തിയാകുന്നത് മുതൽ അല്ലെങ്കിൽ പീരിയഡ്സ് ആകുന്നത് മുതൽ പിന്നീടുള്ള എല്ലാ മാസവും ഈ മന്ത്ലി സൈക്കിൾസിൻ്റെ തുടക്കത്തിൽ ഈ ഓവറികളിൽ നിന്നും ഈ ഫോളിക്കിൾസ് എന്ത് ചെയ്യും? ഒരു 10-15 സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ വളർച്ച പുനരാരംഭിക്കാൻ തുടങ്ങും. അതായത് മന്ത്ലി സൈക്കിൾസിൻ്റെ തുടക്കത്തിൽ ഓവറീസിൽ ഒരു 10-15 ഫോളിക്കിൾസ് വളരാൻ തുടങ്ങുന്നു. പക്ഷേ വേറെ ആരുടെയും സഹായമില്ലാതെ ഈ ഫോളിക്കിൾസിന് ഒറ്റയ്ക്ക് അധിക ദൂരം മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും വരുന്ന FSH വരുന്നത്. FSH എന്ന് പറഞ്ഞാൽ എന്താ? ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ FSH എന്ത് ചെയ്യും? ഈ ഫോളിക്കിൾസിന് വന്നിട്ട് അവരുടെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ ഇപ്പോൾ മുതൽ FSHൻ്റെ സഹായത്തോടു കൂടി ഈ ഫോളിക്കിൾസ് വീണ്ടും വളരാൻ തുടങ്ങും. അങ്ങനെ ഫോളിക്കിൾസ് വളരുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ആ ഹോർമോണിൻ്റെ പേരാണ് ഈസ്ട്രജൻ. സോ ബ്ലഡിൽ എന്ത് ചെയ്യും? ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചിട്ട് അവരിതിന് ബ്ലഡിലേക്ക് പറഞ്ഞേക്കാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബ്ലഡിൽ എന്ത് ചെയ്യും? ഈസ്ട്രജൻ്റെ അളവ് കൂടാൻ തുടങ്ങും. ഇനി ഈസ്ട്രജൻ എന്താ ചെയ്യുക? ഈസ്ട്രജൻ നേരെ നമ്മുടെ യൂട്രസിലേക്ക് പോകും. യൂട്രസിൻ്റെ ഉൾഭാഗത്തിന് പറയുന്ന പേരാണ് എൻഡോമെട്രിയം. 3 ലെയേഴ്സാണുള്ളത്: എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം.
യൂട്രസിൻ്റെ ഉൾഭാഗത്തെ ലെയറിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുക. ഈസ്ട്രോജൻ നേരെ എൻഡോമെട്രിയത്തിൽ പോയിട്ട് എൻഡോമെട്രിയത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷന് കാരണമാകും. ഈസ്ട്രോജൻ കാരണം എൻഡോമെട്രിയം എന്ത് ചെയ്യാൻ തുടങ്ങും? മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഇതിനെ നമ്മൾ എൻഡോമെട്രിയൽ പ്രോലിഫറേഷൻ എന്ന് പറയും. സോ എൻഡോമെട്രിയത്തിൻ്റെ കട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടാൻ തുടങ്ങും. എൻഡോമെട്രിയത്തിൻ്റെ കട്ടി കൂടാൻ തുടങ്ങും. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എങ്ങാനും ഒരു ബേബി വരികയാണെങ്കിൽ അതിന് യൂട്രസിൽ സുഖമായിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ് ഈ സൈക്കിളിൻ്റെ മൊത്തം ഉദ്ദേശം കേട്ടോ. സോ ഇതുവരെ എന്തുണ്ടായത്? ഈസ്ട്രോജൻ വന്നു. ഈസ്ട്രോജൻ വന്നിട്ട് എൻഡോമെട്രിയത്തിൻ്റെ ഉൾഭാഗത്തിൻ്റെ കട്ടി കൂട്ടാൻ തുടങ്ങി. എൻഡോമെട്രിയനെ ഒരു കുഷ്യൻ പോലെ, ഒരു മെത്ത പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നു കൊടുക്കുന്നത്. സോ ഈസ്ട്രോജൻ്റെ എഫക്റ്റ് കാരണം എൻഡോമെട്രിയൽ പ്രോലിഫറേഷൻ നടന്നു എന്ന് പറയാം. ഈസ്ട്രോജന് വേറൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. ഈസ്ട്രോജൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈസ്ട്രോജൻ നേരെ എന്ത് ചെയ്യും? നമ്മുടെ തലച്ചോറിൽ പോകും. എന്നിട്ട് അവിടെ ആരുള്ളത്? അവിടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിനെ കാണും. എന്നിട്ട് പറയും ഫോളിക്കിൾസൊക്കെ അത്യാവശ്യം വളരുന്നുണ്ട്, അവരൊരുപാട് ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി അധികം FSH വേണ്ടാന്ന് പറയും. അപ്പോൾ FSHൻ്റെ അളവ് കുറയും. എന്തിനാണ് FSH വന്നത്? ഈ ഫോളിക്കിൾസിൻ്റെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഫോളിക്കിൾസ് വളർന്നത് കൊണ്ടാണ് നമുക്ക് ഈസ്ട്രോജൻ കിട്ടിയത്. സോ ഈസ്ട്രോജൻ്റെ അളവ് കൂടുമ്പോൾ ഈസ്ട്രോജൻ എന്ത് ചെയ്യും? അത്യാവശ്യം ഈസ്ട്രോജൻ്റെ അളവ് ഇങ്ങനെ കൂടാൻ തുടങ്ങുമ്പോൾ ഈസ്ട്രോജൻ എന്ത് ചെയ്യും? നെഗറ്റീവ് ഫീഡ്ബാക്കിലൂടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും FSHൻ്റെ ഫർദർ റിലീസിന് എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഇതുവരെ FSHൻ്റെ സഹായം ഉള്ളത് കൊണ്ട് മാത്രം വളർന്നിരുന്ന ഫോളിക്കിളുകൾക്ക് പെട്ടെന്ന് ആ സഹായം ലഭ്യമാകാതെ വരികയും അത് കാരണമായി ഒട്ടുമിക്ക ഫോളിക്കിളുകളും നശിച്ചു പോവുകയും ചെയ്യും. പക്ഷേ FSHൻ്റെ സഹായം മാക്സിമം ഉപയോഗിച്ച് കൂടുതൽ ഗ്രോത്ത് കൈവരിച്ച ഒരു ഫോളിക്കിൾ, അതിന് നമ്മൾ ഡോമിനൻ്റ് ഫോളിക്കിൾ എന്ന് പറയും. ആ ഫോളിക്കിൾ മാത്രം FSHൻ്റെ സഹായം ഇല്ലെങ്കിൽ കൂടി വളർച്ച തുടരുകയും ചെയ്യും. ശരിക്കും ഇതൊരു ബ്യൂട്ടിഫുൾ വേ ഓഫ് സെലക്ഷനാണ്. നമുക്ക് ഈ ഓവം എന്തിനാണ്? ഇത് അടുത്ത ജനറേഷനെ ഉണ്ടാക്കാനുള്ളതാണ്. സോ അതെന്തായിരിക്കണം? ബെസ്റ്റായിരിക്കണം. അതുകൊണ്ടാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് ഈ ഫോളിക്കിൾ മാത്രം ബാക്കിയായതും അതിനെ നമ്മൾ ഡോമിനൻ്റ് ഫോളിക്കിൾ എന്ന് വിളിക്കുന്നതും. ഇനി ഈ ഡോമിനൻ്റ് ഫോളിക്കിൾ ഒരുപാട് ഈസ്ട്രോജനെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. നേരത്തെ ഉണ്ടാക്കിയിരുന്ന പോലെയല്ല. ഇപ്പോൾ ട്രമെൻഡസ് എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻസിന് അതിൻ്റെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടും. ഈസ്ട്രോജൻ്റെ ഉൽപ്പാദനം ഭയങ്കരമായിട്ട് കൂടും. ബ്ലഡിൽ ഈസ്ട്രോജൻ്റെ അളവ് പെട്ടെന്ന് പീക്ക് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്നൊരു പീക്കിങ്, അതിന് ഈസ്ട്രോജൻ പീക്കിംഗ് എന്ന് തന്നെ പറയാം. സോ ഈ ഫോളിക്കിളിൻ്റെ ഡോമിനൻ്റ് ഫോളിക്കിളിൻ്റെ ഈസ്ട്രോജൻ പ്രൊഡക്ഷൻ കാരണം ഈസ്ട്രോജൻ്റെ അളവ് ഭയങ്കരമായിട്ട് പീക്ക് ചെയ്യും. അത് നമ്മൾ ഈസ്ട്രോജൻ പീക്കിംഗ് എന്ന് പറയും. സോ നമ്മുടെ ബ്രെയിനിന് ഈ ഒരു വ്യത്യാസം, ഈസ്ട്രോജൻ്റെ അളവിൽ വരുന്ന ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ബ്രെയിനിന് മനസ്സിലാകും നമ്മൾ കാത്തിരുന്ന ആ ഡോമിനൻ്റ് ഫോളിക്കിൾ, ആ ഗ്രാഫിയൻ ഫോളിക്കിൾ, മെച്ചറായിട്ടുള്ള ഫോളിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇറ്റ്സ് ടൈം ടു റിലീസ് ദി ഓവം. ഇനി നമുക്ക് ഓവത്തിന് റിലീസ് ചെയ്യാനുള്ള സമയമായി എന്ന് മനസ്സിലാവും. ഈ ഈസ്ട്രോജൻ്റെ പീക്ക് വരുമ്പോൾ ബ്രെയിനത് മനസ്സിലാവും. ഇനി എന്ത് ചെയ്യുന്നറിയോ? ഇപ്പോൾ നേരത്തെ നമുക്ക് ഈ ഈസ്ട്രോജൻ്റെ അളവ് കൂടിയപ്പോൾ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈസ്ട്രോജൻ്റെ ഈ പീക്ക് വന്നപ്പോൾ അത് പോസിറ്റീവ് ഫീഡ്ബാക്കായിട്ട് മാറുകയും FSHനെയും LHനെയും ധാരാളമായിട്ട് വളരെയധികം അളവിൽ പിറ്റ്യൂട്ടറി ബ്ലഡിലേക്ക് വിടാൻ തുടങ്ങും. ശരിക്കും LHൻ്റെ അളവാണ് കൂടുക. LHൻ്റെ അളവ് FSHനേക്കാൾ ഒരുപാട് കൂടും. ഇതിന് നമ്മൾ LH സർജ് എന്ന് പറയാം. കാരണം ഈ LH ഇനി എന്ത് ചെയ്യുമെന്നറിയോ? അപ്പോൾ പാകമായി നമ്മുടെ ഫോളിക്കിൾസൊക്കെ റെഡിയായി. അതിന് നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ, മെച്ചുറായിട്ടുള്ള ഈ ഡോമിനൻ്റ് ഫോളിക്കിളെ നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയും. ഇനി LH വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? LH വന്നിട്ട് ഈ ഫോളിക്കിളിനെ ഓട്ടപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? ഓവത്തിനെ റിലീസ് ചെയ്യിപ്പിക്കും. ഇതാണ് ഓവുലേഷൻ. അപ്പോൾ ഈസ്ട്രോജൻ പീക്കിംഗ് കാരണം പിറ്റ്യൂട്ടറിയിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടായി. അത് കാരണം LHൻ്റെയും FSHൻ്റെയും റിലീസ് ഗണ്യമായിട്ട് കൂടി. അതിൽ തന്നെ LHൻ്റെ അളവ് FSHനേക്കാൾ ഒരുപാട് കൂടി. അതിനെ നമ്മൾ LH സർജ് എന്ന് പറയും. LH സർജ് കാരണം ഓവുലേഷൻ ഉണ്ടായി, ഓവം റിലീസ് ചെയ്തു. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.